കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഞാൻ ഈ ഒരു ഓഗസ്റ്റ് 21 വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. വേഗാവണേ 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 എന്ന് പ്രാർത്ഥിച്ച് ഓഗസ്റ്റ് 21 എന്താ സ്പെഷ്യൽ എന്നല്ലേ? അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് ഞങ്ങളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ താമ്പരം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അവർ വന്നിട്ട്. അങ്ങനെ അവർ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തി. അച്ഛനെ അമ്മനെയൊക്കെ കണ്ടു. എന്താ പറയുക, ഒത്തിരി കാത്തിരുന്നവർ വന്നിട്ട് ദേ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ വെള്ളിയാഴ്ച എത്തി, ഞായറാഴ്ച ആയപ്പോഴത്തേക്കും ദേ ഇന്ന് അവർ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. വന്നപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. ആ കാത്തിരിക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇനി ഇത്ര ദിവസം, ഇനി 10 ദിവസം, ഇനി 9 ദിവസം, ഇനി 8 ദിവസം. അങ്ങനെ പറഞ്ഞ് അച്ഛനമ്മയും വന്നതും പോയതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് പെട്ടി പൊട്ടിക്കലായിരുന്നു കേട്ടോ. അച്ഛനമ്മയും ഓണം പ്രമാണിച്ച്, ഓണമാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാലും ഇല്ല അവരിങ്ങോട്ടേക്ക് വന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ പലഹാരങ്ങളൊക്കെ സ്വയം വീട്ടിൽ നിന്ന് തന്നിട്ട് അവരുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഞങ്ങളെ കഴിപ്പിക്കുക എന്നത് അവരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇത്തവണയും ചിപ്സും ശർക്കര വരട്ടിയും മാപ്പൊടിയും ഹൽവയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച അമ്മയും കൂട്ടിയിട്ട് ഒരു കുട്ടി ഷോപ്പിങ്ങിന് വരാമെന്ന്. സായിക്കും ഹരിക്കൊക്കെ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ സായിനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അച്ഛനും സായും കൂടെ വീട്ടിലിരുന്നു. ഞാനും അമ്മയും കൂടി ഒരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങി. അമ്മയ്ക്കും ഇപ്പം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രയോ അല്ലെങ്കിൽ മോളിലൊക്കെ പോകുന്നത് അത്രത്തോളം അവരെ കൊണ്ട് പറ്റില്ല. അതുതന്നെ കുഞ്ഞൊരു ഷോപ്പിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോഴേക്കും പോകാനുള്ള ദിവസമായി. അങ്ങനെ എന്തായാലും ഓണം പ്രമാണിച്ച് സദ്യ ഒന്നും കൂട്ടിയില്ല, നെയ്ച്ചോറും മട്ടനൊക്കെ കൂട്ടിയിട്ടൊരു ലഞ്ചൊക്കെ അടിച്ചിട്ട് പതിയെ നമ്മളവരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് തിരിച്ചു കേട്ടോ. ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. 2 ദിവസമൊന്നും പോരാന്നേ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ നിൽക്കണം വെച്ചാൽ ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും വേണം. അവരെ കണ്ട് അവരെ വിശേഷങ്ങൾ പറഞ്ഞ് ഒന്ന് അടി കൂടി ഒരടി ഇങ്ങോട്ടേക്ക് മേടിച്ച് എന്നിട്ടൊക്കെ വേണം നമ്മൾ പോകാനായിട്ട്. ഇതിപ്പോൾ കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് നാട്ടിലേക്കുള്ള വണ്ടി കയറി. ഇനിയിപ്പോൾ ഒരു കാത്തിരിപ്പാണ്. 2-3 മാസം കഴിയുമ്പോൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും.